ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ 3-4 മൂവാണ്ട മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത മൂവാണ്ട മാങ്ങയാണ്, അതാണ് ഈ കളർ. ഒന്ന് പഴുപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു കാസറോൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ടുള്ള ഇതാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ മാമ്പഴം പഴുത്തൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഞങ്ങളുണ്ട്. ഇതിൻ്റെ പുറമെയുള്ള തോല് കാണുമ്പോൾ നിങ്ങളവർക്ക് ചീത്തയായിരുന്നു, പക്ഷെ ചീത്തയായിട്ടില്ല. നന്നായിട്ട് പഴുത്ത തന്നെ മാമ്പഴമായിട്ട് തന്നെ കിട്ടിയേക്കണം. നമുക്കൊന്ന് ചെത്തി നോക്കാം. നമുക്കിതിൻ്റെ പുറന്തോലൊക്കെ ഒന്ന് മാറ്റാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ്. ഇത് കേട്ടോ, മാമ്പഴമൊക്കെ ചെത്തി ഒന്ന് കഴുകുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പൂളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് കുക്കറിൻ്റെ അടിപൊളി ടിപ്പ് നമുക്ക് നോക്കാം. ഈ മഴ സമയത്ത് നമുക്ക് ദോശയുടെയും അതുപോലെ അപ്പത്തിൻ്റെയും ഇഡ്ഡലിയുടെയും ഒക്കെ മാവ് പൊങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ മാവ് അരച്ചെടുത്തതിന് ശേഷം റൈസ് കുക്കറിലോട്ട് അരച്ച മാവ് ഇറക്കി വെച്ചാൽ മതി. അന്നേരം പെട്ടെന്ന് പൊങ്ങി വന്നോളൂ. റൈസ് കുക്കർ ഉപയോഗിച്ച അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ രാവിലെ മക്കളെ വിടാനുള്ള തിരക്കിനുണ്ടെങ്കിൽ കടലക്കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടുവാണെങ്കിൽ മാത്രമാണ് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ റൈസ് കുക്കറിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കടല കഴുകിയതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ രാവിലെ തയ്യാറാക്കുന്നതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ രാവിലെ കുറച്ച് പയറെടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയത്. ഇനി അതാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ആ ബൗളിലോട്ട്. എന്നാൽ രാവിലത്തേനാകുമ്പോഴും ഒറ്റ വിസിലിൽ നിന്ന് തന്നെ തയ്യാറായിക്കോളും. നന്നായിട്ട് കുതിർന്ന് വരും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേറെ വല്ലതും വെക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇത് രണ്ട് മാത്രമാണ് കുതിരാൻ വെക്കുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. കാസറോൾ ഉപയോഗിച്ച് തന്നെ വേറൊരു അടിപൊളി ടിപ്പ് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടി തന്നെ കാസറോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചായ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോൾ ഫ്രഷായിട്ട് ആ ഫീലിൽ തന്നെ കുടിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ജഗ്ഗിലൊക്കെ ഇല്ലേ എയറൊക്കെ ഒഴിച്ച് വയ്ക്കാറില്ലേ, ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ ആ ഉണ്ടാക്കിയ ഫീലോടുകൂടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാൻ പറ്റും. വൈകുന്നേരം ആയാൽ പോലും തണുക്കൊന്നുമില്ല. അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ഗ്ലാസ് ഇങ്ങനെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ടൈറ്റായിട്ടാണ് വന്നേക്കണം, കാരണം വലിച്ചാലൊന്നും പോരത്തില്ല. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഉൾഭാഗത്തായിട്ട് ഞാനിപ്പോൾ ഇച്ചിരി ഓയിലാണ് ഒഴിക്കുന്നത്. സൈഡിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉരുട്ടി കൊടുത്താൽ മതി. അതെ, ഇപ്പോൾ ലൂസായി വന്നിട്ടുണ്ട്. ഒച്ച കേൾക്കാമല്ലോ. അതെ, നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ പ്രധാന ശത്രുക്കൾ ഒന്നാണ് പല്ലി, പാറ്റ. അതിന് നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള സൊല്യൂഷനാണ് നമ്മൾ മുന്നിൽ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തോലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകിൻ്റെ ഞെട്ടാണ് വേണ്ടത്. ഉണ്ടുമുളകിൻ്റെ ആയാലും അഥവാ ഈ കറിമുളകിൻ്റെയോ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കാന്താരിമുളകിൻ്റെയും ഞെട്ടെടുത്താൽ മാത്രം മതി. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗശൂന്യമായ ഈ വസ്തുക്കൾ വെച്ചാണ് നമ്മൾ പല്ലിനെയും പാറ്റേനെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരുത്തി ഓടിക്കുന്നത്. ഇതിൻ്റെ ഞെട്ടൊക്കെ എടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉണ്ടമുളകാണ്. പിന്നെ ഈ ഉള്ളിത്തൊലിയും വെളുത്തുള്ളിയുടെ തോലും ഒക്കെ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. കീടനിയന്ത്രണത്തിനൊക്കെ നല്ലതാണ്.
ഞാൻ ഇത്രയും പച്ചമുളകിൻ്റെ ഞെട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചെറുത് 1-2 എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 2 ദിവസം സമയമുണ്ടെങ്കിൽ നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് അടച്ച് വെച്ചാലും മതി. എന്നിട്ട് ഇത് പിഴിഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് സമയം നേരത്തെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 ദിവസം അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഈ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും പിന്നെ ഈ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ അടച്ച് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത് നമുക്ക് പച്ചക്കറികൾക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുളകിലുള്ള കീടങ്ങളൊക്കെ നിയന്ത്രിക്കാനും നല്ലതാണ്. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇതിൻ്റെയൊക്കെ സത്ത് ഇറങ്ങിയിട്ടുണ്ട്. പച്ചമുളക് 1-2 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചെറിയ തൊലിയൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വേസ്റ്റ് വന്ന ഉള്ളിത്തൊലിയുടെ അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയുടെയൊക്കെ വേസ്റ്റ് നമുക്ക് പച്ചക്കറികളുടെയൊക്കെ ചൂട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ എവിടെയാണ് കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ചൂട്ടിൽ. ഇനി നമുക്ക് ഇതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഈ അടപ്പിന് ഒരടപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പലർക്കും ഒരു സംശയമുണ്ട്, ഈ സൊല്യൂഷൻ തയ്യാറാക്കി നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ കറ പിടിക്കുമെന്ന്. കറയൊന്നും ഉണ്ടാകത്തില്ല. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളാണ്. ഇതിൻ്റെ അടപ്പിന് ഒരടപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഡെറ്റോൾ നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഡെറ്റോളും കൂടി ഒഴിച്ചപ്പോൾ വെള്ളത്തിൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ലൊരു റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു സ്പ്രെയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പ്രെയറെല്ലാം ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പല്ലി വന്ന ഏരിയയിൽ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ കർട്ടൻ്റെ സൈഡിലും പിന്നെ ജനലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പല്ലി സ്ഥിരമായിട്ട് വന്നതാണ്. അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പല്ലിയുടെ ദേഹത്തോട്ടും ഒഴിച്ചു കൊടുത്താൽ മതി. അന്നേരം അത് മയങ്ങി വീണോളും. എന്നിട്ട് നമുക്കത് എടുത്തുകൊണ്ട് പോയി കളഞ്ഞാൽ മതി പല്ലീനെ. ഈ സ്പ്രേ നമുക്ക് പല്ലിക്ക് മാത്രമല്ല പാറ്റേനെ നിർത്താൻ നല്ലതാണ്. പാറ്റയുള്ള സ്ഥലങ്ങൾ കബോർഡിലൊക്കെ നമ്മൾ നല്ല സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പാറ്റയുടെ ശല്യം ഒഴിവായി കിട്ടും. നിങ്ങളിന്ന് ചെയ്തു നോക്കൂ. കറയൊന്നും ഉണ്ടാവത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു. ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.